നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ കോഴ്സ് 4 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ +2 പാസ്സായിരിക്കണം. മിനിമം 45% എബോവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് മരുന്ന് അല്ലെങ്കിൽ സർജറിക്ക് പകരം മസാജ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, വ്യായാമം തുടങ്ങിയ ശാരീരിക രീതികളിലൂടെ രോഗങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസുകൾ, അതും അല്ലെങ്കിൽ വൈകല്യം എന്നിവയുടെ ചികിത്സ എന്നാണ് പറയുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ശാസ്ത്രീയ ചികിത്സാ രീതിയാണ് ഫിസിക്കൽ തെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി എന്ന് പൊതുവെ അറിയപ്പെടുന്നു. രോഗകാരണങ്ങൾ ഒഴിവാക്കിയോ, രോഗം പരിഹരിച്ചോ, രോഗിയെ പുനരുദ്ധരിച്ചോ രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. രോഗിയുടെ ഉള്ളിലേക്ക് മരുന്നുകളൊന്നും നൽകാതെ പൂർണ്ണമായും വ്യായാമ മുറകളിലൂടെ രോഗം ഭേദമാക്കുകയാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. ഫിസിയോതെറാപ്പി എന്നത് മെഡിക്കൽ സയൻസിലെ പുതിയൊരു ശാഖയാണ്. മരുന്നുകൾ കൂടാതെ കായികമായും ആധുനിക യന്ത്രങ്ങളുടെയും സഹായത്താൽ നടത്തുന്ന ചികിത്സാ രീതിയാണിത്. ഇത് നടുവേദന, കഴുത്തുവേദന, സ്ട്രോക്ക് തുടങ്ങിയ നിരവധി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഈ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് കൂടുതൽ സാധ്യതകളാണ് നൽകുന്നത്. BPT കോഴ്സിന് മാസ്റ്റർ ഡിഗ്രി ആയിട്ടുള്ള MPT അതുപോലെ തന്നെ PhD പ്രോഗ്രാംസ് ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട്. ഡെവലപ്മെൻറ്റ് രാജ്യങ്ങളിൽ മറ്റു ആരോഗ്യ വിദഗ്ധരെ പോലെയുള്ള സ്ഥാനമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനുള്ളത്. ഡോക്ടർ എന്ന ഡെസിഗ്നേഷൻ ഇവരെയും അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ചികിത്സയ്ക്കൊപ്പം രോഗികൾക്ക് ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് അസസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതും ഇവരാണ്. എന്നാൽ ഇന്ത്യയിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി എന്നിവയ്ക്ക് പ്രത്യേക കൗൺസിലുകൾ രൂപീകരിച്ചിട്ടില്ല. നേരത്തെ ഇന്ത്യൻ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ആണ് ഈ ഒരു ഫിസിയോതെറാപ്പിസ്റ്റുകൾ രജിസ്റ്റർ ചെയ്തിരുന്നതിന് ആവശ്യം. 2011 ശ്രീ അമർ സിംഗ് MP ചെയർമാനായിട്ടുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഇന്ത്യയിലെ ഫിസിയോതെറാപ്പി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും രാജ്യസഭ അംഗീകരിക്കുകയും ചെയ്തുവെങ്കിലും ലോക്സഭാ ബിൽ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെ ഔഷധരഹിതമായിട്ടുള്ള ചികിത്സാരീതിയുടെ പ്രസക്തി കൂടുതലാണ്. അമേരിക്കൻ ഐക്യനാടുകൾ, UK, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രത്യേക കൗൺസിലോടുകൂടി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വളരെയധികം ഡെവലപ്മെൻറ്റ് പ്രാപിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കോഴ്സുകളാണ് ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷനായിട്ട് നൽകുന്നത്. BPT കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അനാട്ടമി, ഓർത്തോപീഡിക്സ്, ബയോമെക്കാനിക്സ്, ന്യൂറോളജി, ബയോകെമിസ്ട്രി, ഫിസിക്കൽ തെറാപ്പി, ഫാർമക്കോളജി, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ, സോഷ്യോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, കാർഡിയോപൾമണറി ഫിസിയോതെറാപ്പി, ഫസ്റ്റ് എയ്ഡ്, മൈക്രോബയോളജി, അലൈഡ് തെറാപ്പീസ്, ഡ്രഗ് തെറാപ്പി, ഇലക്ട്രോതെറാപ്പി, ഇംഗ്ലീഷ്, എവിഡൻസ് ബേസ്ഡ് ഫിസിയോതെറാപ്പി, ജനറൽ സർജറി, പാത്തോളജി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, ഫിസിയോതെറാപ്പി ഇൻ ന്യൂറോ സയൻസ്, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. ഫിസിയോതെറാപ്പിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷനും മറ്റു ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്